നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇന്ത്യയിലെ മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത് അമേഠിയാണ്. അമേഠി ലോക്സഭാ മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ മുഖമായി എത്തുന്നത് നമുക്കറിയാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ റായ്ബറേലിലാണെങ്കിലും അമേഠിയിലാണെങ്കിലുമൊക്കെ ഓടിയെത്തുന്നത് രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ പേരുകൾക്ക് ശേഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി എന്നൊക്കെയുള്ള പേരുകളാണ് ഈ അമേഠി അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ മുഖമായി എത്തപ്പെടുന്നത്. നമുക്കറിയാം, അമേഠി എന്ന് പറയപ്പെടുന്നത് സഞ്ജയ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി മത്സരിച്ച് വിജയിച്ച മണ്ഡലം കൂടിയാണ് ഈ അമേഠി എന്ന് പറയപ്പെടുന്നത്. അമേഠിയിൽ അങ്ങനെ തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും കരുത്തുകൊണ്ടും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അധികാരത്തിനോടുള്ള ഒരു ഭ്രമം കൊണ്ടുമൊക്കെ സഞ്ജയ് ഗാന്ധി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം നേടിയെടുത്ത വിജയം വളരെ വലുതാണ്. ചിലപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരിൽ ഒരു രാഷ്ട്രീയക്കാരനാണ് സഞ്ജയ് ഗാന്ധി എന്ന് പറയേണ്ടി വരും. സഞ്ജയ് ഗാന്ധിയുടെ മരണം ഉണ്ടാക്കിയ വിടവ് എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിന് ഒരിക്കലും നികത്താൻ കഴിയാത്തതായിരുന്നു. 1977 ശേഷം ചിലപ്പോൾ ഇന്ത്യയെ കുറച്ചുകൂടി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഞ്ജയ് ഗാന്ധിക്ക് കഴിയുമായിരുന്നു. സഞ്ജയ് ഗാന്ധിയുടെ ഒരു 20-25 വയസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ഒരു 6-7 വർഷക്കാലത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് സ്വന്തം അമ്മയെ തകർത്ത് തരിപ്പണമാക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ സ്വന്തം പേരുകൊണ്ട് സഞ്ജയ് ഗാന്ധി എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വൃത്തികെട്ട സ്വഭാവ രൂപീകരണങ്ങൾ കൊണ്ട് തന്നെ സ്വന്തം അമ്മയുടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാവുന്നത് കണ്ട് അതിൽ മനംനൊന്ത് അമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ഇന്ത്യയിൽ അമ്മ വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ള ഉറപ്പ് കൊടുക്കുവാൻ അന്നത്തെ 30 വയസ്സുകാരനായ സഞ്ജയ് ഗാന്ധിക്ക് കഴിഞ്ഞു. ആ സഞ്ജയ് ഗാന്ധിയുടെ രാഷ്ട്രീയ പാടവം, രാഷ്ട്രീയ തന്ത്രം എന്ന് പറയപ്പെടുന്നത് മറ്റൊരു നേതാവിലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയുള്ള സഞ്ജയ് ഗാന്ധി മത്സരിച്ച് വിജയിച്ച ഇടമാണ് അമേഠി. ചരിത്രത്തിൻ്റെ ഭാഗമാണത്. കാരണം അമേഠിയിൽ മത്സരിക്കുകയും വിജയിക്കുകയും ഇന്ദിരാഗാന്ധിയെ തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുക എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് വളർന്ന ഒരു മകൻ. അങ്ങനെയുള്ള സഞ്ജയ് ഗാന്ധി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയത്തിൽ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മുളച്ചു പൊങ്ങി നിൽക്കുന്ന കൂണുപോലെ നിൽക്കപ്പെടുന്ന ഒരുത്തനും കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതാക്കന്മാരുടെ പട്ടികയിൽ ഉണ്ടാകില്ലായിരുന്നു. പകരം വലിയ വലിയ നേതാക്കളെ, സീതാറാം കേസരി അടക്കമുള്ള, സീതാറാം കേസരിയൊക്കെ ആജീവനാന്ത ട്രഷറാക്കി വെച്ച ഒരു വ്യക്തിത്വമാണ് സഞ്ജയ് ഗാന്ധി. സഞ്ജയ് ഗാന്ധിയുടെ അത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയത്തോടുള്ള രാഷ്ട്രീയ തന്ത്രം എന്ന് പറയപ്പെടുന്നത് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. ഒരു നിമിഷം കൊണ്ടൊക്കെയാണ് ഒരു മഹാറാലി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണമടക്കം സ്വരൂപിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ച സീതാറാം കേസരിയോട് ഇന്ദിരാഗാന്ധി പറയുകയാണ്, എനിക്കിത്രയും പണം ആവശ്യമുണ്ട്, ഒരു മഹാറാലി നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് സീതാറാം കേസരിയെ വിളിച്ചു വരുത്തുമ്പോൾ സീതാറാം കേസരി പറയുന്നത്, എനിക്കൊരു അരമണിക്കൂർ സമയം തരൂ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം ഞാൻ ഉണ്ടാക്കിത്തരുമെന്ന് പറഞ്ഞ് പുറത്തു പോയി മടങ്ങി വരുമ്പോൾ 25 ലക്ഷം, അന്നത്തെ 25 ലക്ഷം രൂപ ചോദിച്ച ഇന്ദിരാഗാന്ധിക്ക് അതിൻ്റെ 4 ഇരട്ടി ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിഞ്ഞ വ്യക്തിത്വമാണ് സീതാറാം കേസരി എന്ന് പറയപ്പെടുന്നത്. ആ സീതാറാം കേസരിയെ ആജീവനാന്ത ട്രഷറാക്കുക എന്നുള്ളത് സഞ്ജയ് ഗാന്ധിയുടെ അന്നത്തെ ഏറ്റവും വലിയ ഒരു ബുദ്ധി വൈഭവമായിരുന്നു. തുടർച്ചയായി കോൺഗ്രസിൻ്റെ ആജീവനാന്ത ട്രഷറർ അപ്പോൾ സീതാറാം കേസരിയായിരുന്നു. അത് ചരിത്രമായിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ അമേഠിയിലേക്ക് വീണ്ടും വരാം. അപ്പോൾ അങ്ങനെ സഞ്ജയ് ഗാന്ധിയുടെ ഒരു പാരമ്പര്യം ഉൾക്കൊള്ളുന്ന അമേഠി നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഇനി ആര് മത്സരിക്കും? ആരാണ് അവിടത്തേക്ക് മത്സരിക്കാൻ പോകുന്നത്? ആ മത്സരത്തിലേക്ക് എത്തപ്പെടുന്ന വ്യക്തിത്വമാരായിരിക്കും? നമുക്കറിയാം, അവിടെ ഇന്ത്യ മുന്നണി, അതായത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മുന്നണി അവിടെ നിർത്താൻ പോകുന്നത് ഒന്നുകിൽ രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ. പക്ഷേ ഇവർ രണ്ടുപേരും മത്സരിക്കുന്നില്ല എന്നുള്ളത്. 2019 പരാജയം രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഒരു വേദനയുണ്ട്, ഒരു വലിയ വേദന. അതുകൊണ്ടായിരിക്കാം, ആ ഓർമ്മപ്പെടുത്തലുകളായിരിക്കാം, പരാജയപ്പെടുമെന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ടായിരിക്കാം അമേഠിയിലേക്ക് അദ്ദേഹം വരാതെ വയനാടൻ ചുരങ്ങളിലേക്ക് അദ്ദേഹം വീണ്ടും മടങ്ങിപ്പോയത്. പിന്നെ പ്രിയങ്ക ഗാന്ധിക്കുമുണ്ട് ഇതേ കോൺഗ്രസിൽ നിന്നുള്ള പിന്നിൽ നിന്നുള്ള കുത്ത് കിട്ടുവാനുള്ള സാധ്യത ഏറെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയോട് ഒരേ സമയം കോൺഗ്രസിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയ നേതാക്കൾ ഈ അമേഠിയിൽ തന്നെ മത്സരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി ആ ശ്രമം ഉപേക്ഷിക്കുകയാണ്. പിന്നെ ആര്? സഞ്ജയ് ഗാന്ധിയുടെ മകൻ വരുൺ ഗാന്ധി ആയിരിക്കും ഈ അമേഠി എന്ന് പറയപ്പെടുന്ന നിയോജക മണ്ഡലത്തിൽ, ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ
സമാജ്വാദി പാർട്ടിയിലൂടെ ഇന്ത്യ മുന്നണിയുടെ മുഖമായി വരാൻ പോകുന്നത്. ഇത് മറ്റാരും ഇപ്പോൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്തിട്ടില്ല. ഭാരത് ലൈവാണ് ഇതിപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ഈ വാർത്ത മുന്നോട്ട് വെക്കുന്നത്. വരുൺ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ പോകുന്നു. സമാജ്വാദി പാർട്ടിയുടെ നേതാവായി നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുൺ ഗാന്ധി എത്താൻ പോകുന്നു. തീർച്ചയായിട്ടും എത്തേണ്ടത് തന്നെയാണ്. കാരണം അച്ഛൻ്റെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ഇടമാണ് അമേഠി എന്ന് പറയപ്പെടുന്ന ആ അമേഠിയിലേക്ക് വരുൺ ഗാന്ധി എത്തുക, വരുൺ ഗാന്ധി വിജയിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഇന്ത്യ മുന്നണിയുടെ തന്നെ തന്ത്രമാണ്. എന്തുകൊണ്ടാണ് വരുൺ ഗാന്ധി വരുന്നത്? കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ വരുൺ ഗാന്ധിക്ക് BJP സീറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അറിയാമല്ലോ, മനേകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും ഒക്കെ ഈ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും BJPയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും BJPയുടെ ഭാഗമായി തീരുമൊക്കെ ചെയ്ത ആൾക്കാരാണ്. പക്ഷേ വരുൺ ഗാന്ധിയുടെ മനസ്സിൽ എപ്പോഴും ചിലപ്പോൾ ഈ സഞ്ജയ് ഗാന്ധി എന്ന് പറയപ്പെടുന്ന പിതാവിനെയും പിതാവിൻ്റെ പാർട്ടിയായ കോൺഗ്രസിനെയും കുറിച്ചുള്ള ധാരണകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ വരുൺ ഗാന്ധി ഇന്ത്യ മുന്നണിയിലെത്തുകയും ആ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുക എന്ന് പറയപ്പെടുന്നത് അത്ഭുതപ്പെടാനില്ല. കാരണം സഞ്ജയ് ഗാന്ധിയുടെ മകൻ അമേഠിയിലെത്തുന്നു. ആ അമേഠിയിൽ മത്സരിക്കുക എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ അവിടുത്തെ ജനങ്ങളടക്കം ഇഷ്ടപ്പെടുന്നതായിരിക്കാം, ആഗ്രഹിക്കുന്നതുമാവാം. കഴിഞ്ഞ ദിവസം വരെ എന്തായാലും BJP ടിക്കറ്റ് നൽകാത്ത സാഹചര്യത്തിൽ BJP വരുൺ ഗാന്ധിക്ക് ഇതുവരെയും അത്തരത്തിലൊരു ടിക്കറ്റ് നൽകിയിട്ടില്ല. വരുൺ ഗാന്ധിയെ BJP അംഗീകരിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ വരുൺ ഗാന്ധി മത്സരിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ സഞ്ജയ് ഗാന്ധിയുടെ ഇടമായിട്ടുള്ള അമേഠിയിലേക്ക് വരാൻ പോകുന്നത് വരുൺ ഗാന്ധിയാണ്. വരുൺ ഗാന്ധി അവിടെ SP-യുടെ അതായത് സമാജ്വാദി പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിക്കുകയും വരുൺ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും അമേഠി എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ വരുൺ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാകുകയും ഒപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും അടക്കമുള്ളവർ പൂർണ്ണ പിന്തുണ വരുൺ ഗാന്ധിക്ക് നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ അമേഠിയിൽ ആദ്യമായി വരുൺ ഗാന്ധി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് സമാജ്വാദി പാർട്ടിയും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസവും BJP വരുൺ ഗാന്ധിക്ക് ടിക്കറ്റ് നൽകാത്ത സാഹചര്യത്തിൽ വരുൺ ഗാന്ധിയെ സമാജ്വാദി പാർട്ടിയിൽ കൊണ്ടുവന്ന് അതിലൂടെ കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെയും മൗനാനുവാദത്തോടുകൂടി വരുൺ ഗാന്ധിയെ അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ വരുൺ ഗാന്ധി അമേഠിയിൽ വിജയിക്കുവാനുള്ള സാധ്യത വളരെ വലുതാണ്. ആ സാധ്യതയിലേക്കാണ് വരുൺ ഗാന്ധി വിരൽ ചൂണ്ടുന്നതും കോൺഗ്രസും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവരുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്.